എക്സ്പെക്ടേഷൻ ഉണ്ടോ? എക്സ്പെക്ടേഷൻ ഭയങ്കരമായിട്ട് തന്നെ നിൽക്കുന്നു. ദിലീപിൻ്റെ കൂടെ മോഹൻലാലിൻ്റെയും കൂടെ ക്യാമിയോ ആകുമ്പോൾ പ്രതീക്ഷ വാനോളമാണ്. പക്ഷേ ഗോകുലം ഗോപാലൻ്റെ പ്രൊഡക്ഷനിലൂടെ ആകുമ്പോൾ ഒരു വലിയൊരു പടം എന്നുള്ള പ്രതീക്ഷയുണ്ട്. അതേപോലെ തന്നെ ഇപ്പോഴത്തെ കറണ്ട് സിനാരിയോയിൽ ഈ പറയുന്ന കോൺട്രവേഴ്സികൾ കേസുകളുടെയൊക്കെ ശേഷം ഇറങ്ങുന്നതിനുണ്ട് ഹൈപ്പും അതിനനുസരിച്ച് തന്നെ ഇരിക്കുന്നു. അപ്പം എന്താണെങ്കിലും അത് പോസിറ്റീവ് ഓർ ബാഡ് അതെങ്ങനെയായാലും കരിയറിനെ പോസിറ്റീവായിട്ട് ബാധിക്കുന്ന നെഗറ്റീവായിട്ട് ബാധിക്കുന്ന അത് പടത്തിന്റെ റിലീസിനനുസരിച്ചിരിക്കുന്നുള്ളതാണ്. ഹൈപ്പ് എന്തായാലും പറയാനുള്ളതാണ്. കംബാക്ക് ആയിരിക്കുമോ? പറയാൻ പറ്റില്ല. ഡിപ്പെൻസ് അപ്പോൺ ദ റിലീസിനനുസരിച്ചിരിക്കുള്ളൂ. എന്തായാലും അതാണ് തീരുമാനിക്കേണ്ടത്. മാസ് പടമാണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഒരു ഫൺ മാസ് എന്റർടൈനർ ആയിരിക്കും എന്നുള്ളത് ഓൾറെഡി അനൗൺസ്മെന്റിൽ തന്നെ ഉണ്ട്. വേറെ ലോജിക്കായിട്ടോ അല്ലെങ്കിൽ ഫീൽ ഗുഡ് മൂവി ആയിരിക്കത്തില്ല എന്നുള്ള എല്ലാവർക്കും അറിയുന്നത്. ഒരു മാസ് എന്റർടൈനർ തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ രണ്ടുപേരുടെയും ഫാൻസിന്റെ ഭാഗത്ത് നല്ലൊരു ഒഴുക്ക് തിയേറ്ററിലോട്ട് ഉണ്ടാവുകയും ചെയ്യും. ഫസ്റ്റ് ഡേ കളക്ഷൻ ആണെങ്കിലും നല്ല രീതിയിൽ കയറാനുള്ള സാധ്യത ഉണ്ട്. എങ്ങനെയുണ്ട്? എക്സ്പെക്ടേഷൻ ഒരു ആക്ഷൻ കോമഡി ആയിട്ടാണ് ഞാൻ കാണുന്നത്. കാണാൻ താല്പര്യമുണ്ട്, ആഗ്രഹം. ലാലേട്ടൻ കൂടെ വരുമ്പോൾ എന്തായിരിക്കും? ലാലേട്ടൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കുറച്ചും കൂടെ എക്സൈറ്റഡ് ആയി. ഞാൻ ദിലീപിനെ ആസ് ആൻ ആക്ടർ ആയിട്ടാണ് കാണുന്നത്. പുള്ളി റിയൽ ലൈഫിൽ എങ്ങനെയാണെന്ന് ഞാൻ നോക്കില്ല. കാരണം ഞാൻ ഫിലിംസിനെ വേറെ പോലെയാണ്. ഫിലിം കണ്ട് നമ്മൾ ഇൻസ്പയർ ആവും, അങ്ങനെ എടുക്കാറുണ്ട്. ബട്ട് ഒരു ആക്ടർ എങ്ങനെയാണെന്ന് എല്ലാവരും നല്ലവരല്ലേ, അങ്ങനത്തെ ഒരു ഒപ്പീനിയൻ. പടം ആരായാലും ഞാൻ കാണും. അത് നല്ലതോ മോശമോ ഇറങ്ങിയിട്ട് റിയൽ ലൈഫ് ഞാൻ ഒരിക്കലും ഇതിനായിട്ടില്ല. ഫോർ മീ ഈസ് എ ഗുഡ് ആക്ടർ. കാണണം. എനിക്കൊരു കണ്ടിട്ട് ഒരു കംബാക്കിനുള്ള ഒരു സാധനം ഉണ്ടെന്നാണ് തോന്നുന്നത്. ഒരു ആക്ഷൻ കോമഡി, പിന്നെ എനിക്ക് ആ ജോണ ഭയങ്കര ഇഷ്ടവും കൂടെയാണ്. ആക്ഷൻ കോമഡി എന്തായാലും കാണുന്നത്. അത് ഈ പടത്തിനല്ല, ഏത് പടത്തിനായാലും അതെന്തായാലും. ദിലീപിന്റെ പടം എന്ന് പറഞ്ഞാൽ നമ്മളെ ആൾക്കാർ കാണാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന ഒരു പടമാണ്. എന്തായാലും പടം അടിപൊളിയാവുമെന്ന് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. അപ്പോൾ ഞാൻ തന്നെ ആദ്യം വന്ന് കാണും, ഉറപ്പാണ്. പക്ഷെ ദിലീപിന്റെ ഇപ്പോഴത്തെ ഓരോ കേസും കാര്യങ്ങളും അത് വിശ്വസിക്കുന്നില്ല. ദിലീപ് ഒരു നല്ലൊരു വ്യക്തിയാണ്. കാരണം പാവങ്ങളെ സഹായിക്കുന്ന ഒരാളാണ്. അയാൾ നല്ലൊരു മനുഷ്യനാണ്. പടം എന്തായാലും അടിപൊളി വിജയിച്ചു വരട്ടെ. അടിപൊളി പടമായിരിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് ഇറങ്ങിയ സിനിമകൾ ഫ്ലോപ്പാണ്. എന്നാലും ഈ ഒരു പടം വിജയിക്കുമെന്ന് എനിക്കൊരു ഉറപ്പുണ്ട്. ആൾക്കാർ പലതും പറയും. ഇപ്പം ആൾക്കാർ കാണാതെ ഒന്നും പറയാനില്ല. ഇപ്പം ദിലീപിൻ്റെ കാര്യങ്ങളെല്ലാം ഞങ്ങൾക്കറിയാം. ഞാൻ ദിലീപ് ഫാൻസ് അല്ല, എന്നാലും അയാളൊരു നല്ലൊരു മനുഷ്യനാണ്. പാവപ്പെട്ടവർ സഹായിക്കുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ അതാണ് പറയുന്നത്. വിജയിൽ വന്നിട്ട് ദിലീപ് ആ വിജയിൽ നിന്ന് രക്ഷപ്പെട്ടതിൻ്റെ ഭാഗ്യം എന്ന് പറയാം. പല ആൾക്കാരും ദിലീപ് ജയിലിൽ കിടക്കുന്ന ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ദിലീപായിട്ട് ദൈവത്തിൻ്റെ ഒരു ഭാഗ്യം എന്ന് പറയാം ഇറങ്ങിയതും. ലാഡിസ് പിന്നെ അത് അങ്ങനെ പറയുന്നുള്ളൂ. ലാഡിസ് കണ്ടിട്ടില്ലോ, കാണാതെ ഒരാളെ പറ്റി പറയേണ്ട കാര്യമുണ്ട്. അല്ലാതെ ചുമ്മാ ഒരു വ്യക്തിയെ പറ്റി ഇല്ലാത്ത കാര്യം പറഞ്ഞാൽ അത് തെറ്റല്ലേ. എൻ്റെ അഭിപ്രായം ദിലീപായിട്ട് നല്ലൊരു മനുഷ്യനാണ്. ഈ പടം അടിപൊളിയായിട്ട് ഉറപ്പാണ്. എക്സ്പെക്ടേഷൻ എന്തൊക്കെയാണ്? ബൊബയ്ക്ക് വേണ്ടി സത്യം പറഞ്ഞാൽ ഭയങ്കര എക്സ്പെക്ടേഷനാണ്. കാരണം ലാലേട്ടനും ദിലീപേട്ടനും കൂടെ ഒരുമിച്ച് വരുന്ന സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാമല്ലോ ഏതൊക്കെയാണ് ഇതിനു മുമ്പ് വന്നിട്ടുള്ള 2020 നമ്മൾ കിട്ടില്ല. ആ ഒരു വൈബ് കിട്ടില്ലാണ്. ആ ഒരു വൈബ് പിടിച്ച് പോകുന്ന ഒരു പടം കുറെ നാളായി കണ്ടിട്ട്. അപ്പം അതിനുവേണ്ടി ഭയങ്കര കട്ട വെയിറ്റിംഗ് ആണ്. പിന്നെ ഈ കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടല്ലോ, അതിന് ഒരു PR അങ്ങനത്തെ ഇതായിട്ട് നമുക്ക് കണക്കാക്കാം. പക്ഷെ എന്തായാലും പടം നല്ലതാണെങ്കിൽ നമ്മളത് ഏറ്റെടുക്കും. എന്തായാലും അത് കണ്ടിതാകും. പടം കൊള്ളത്തില്ലെങ്കിൽ പടം പോവുകയും ചെയ്യും. അതും വേറെ കാര്യങ്ങളുമായിട്ട് വേറെ ബന്ധമൊന്നുമില്ല. പടത്തിന് വേണ്ടിയിട്ട് എന്തായാലും കട്ട വെയിറ്റിംഗ് ആണ്. നമ്മൾ കട്ട വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ലാലേട്ടനും ദിലീപേട്ടനും പിന്നെ അതിനകത്ത് വിനീത് ശ്രീനിവാസന്റെയും സായി കുമാറിന്റെ സംഭവങ്ങളൊക്കെ മിക്കവാറും കിടിലായിരിക്കും. നമ്മൾ അതിന് വേണ്ടി ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്തിരിക്കും. നല്ല എക്സ്പെക്ടേഷൻസ് ഉണ്ട്. ഇപ്പം ദിലീപിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കമ്പാക്ക് ആയിട്ട് തന്നെയാണ് ഞാൻ കൺസിഡർ ചെയ്യണത്. അല്ലാതെ ഇതിന് പുറത്തുള്ള ഇപ്പോൾ പൊളിറ്റിക്കൽ ഇഷ്യൂസോ ഒന്നും ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. പക്ഷേ എന്റർടൈൻമെന്റ് എന്നുള്ള ഫാക്ടർ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്ന സിനിമ തന്നെയാണ്. അതിൻ്റെ കൂടെ മോഹൻലാലുണ്ട്, പിന്നെ ധ്യാൻ ശ്രീനിവാസനാണെങ്കിലും വിനീത് ശ്രീനിവാസൻ എല്ലാവരും ഒരുമിച്ചുണ്ട്. പിന്നെ പഴയ നമ്മൾ ട്രെയിലർ കണ്ടല്ലോ, പഴയ പടത്തിൻ്റെ റെഫറൻസും കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ഇവർ ആ ഒരു കോമ്പിനേഷൻ നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്ന കാര്യമാണ്. ഫസ്റ്റ് ദിവസം തന്നെ തിയേറ്ററിൽ കണ്ട് അടിച്ചു പൊളിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ നല്ല രീതിക്ക് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് സിനിമ. അത് പുറത്തുള്ള ഇഷ്യൂസ് എന്തോ ആവട്ടെ, നമ്മൾ അതല്ല നോക്കുന്നത്. ആ എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള ഫാക്ടർ നോക്കുമ്പം ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ട്. മോഹൻലാലുള്ളതുകൊണ്ട് കൊള്ളായിരിക്കും. എല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു നോർമൽ ഫിസിക്കൽ മാസ് പടം മോഹൻലാലുള്ളത് കൊണ്ട് കൊള്ളായിരിക്കും. അങ്ങനെ ഒരുമിച്ച് വന്ന നല്ലൊരു പടം ആയിരിക്കും.